തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോടുകൂടി വെള്ളിക്കുളങ്ങര എന്ന സ്ഥലത്ത് ചാക്കോച്ചൻ എന്നൊരു വ്യക്തി മലയുടെ അടിവാരത്തുകൂടി നടക്കുമ്പോഴായിരുന്നു ഉച്ചത്തിലുള്ള ഒരു നിലവിളി ശബ്ദം കേട്ടത്. മലയുടെ മുകളിൽ നിന്നും രക്ഷിക്കണേ രക്ഷിക്കണേ എന്നുള്ള ഒരു സ്ത്രീ ശബ്ദമാണെന്ന് ചാക്കോച്ചന് വ്യക്തമായി. അതോടുകൂടി അദ്ദേഹം താഴ്വാരത്ത് നിന്നും മലയുടെ മുകളിലേക്ക് കയറി തുടങ്ങി. അതിവേഗത്തിൽ മല കയറാൻ തുടങ്ങിയ ചാക്കോച്ചൻ കുന്നിൻ ചെരുവിന്റെ ഭാഗത്ത് ചരിവിനോട് ചേർന്ന് ഒരു പശു താഴെ കൊക്കയിലേക്ക് വീഴാൻ പാകത്തിന് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പശുവിന്റെ അടുത്തേക്ക് അതിവേഗത്തിൽ ചാക്കോച്ചൻ എത്തുമ്പോഴേക്കും ദൂരെ നിന്ന് തന്നെ ഒരു കാഴ്ച കാണാം. പശുവിന്റെ കഴുത്തിലുണ്ടായിരുന്ന കയറ് സമീപത്തുള്ള ഒരു മരത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഈ സമയത്തായിരുന്നു നടുക്കുന്ന ഒരു കാഴ്ച ചാക്കോച്ചന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കയറിന്റെ ഒരറ്റത്ത് കയറ് കഴുത്തിൽ കുരുങ്ങിയ നിലയിൽ ഒരു സ്ത്രീരൂപം തൂങ്ങിക്കിടക്കുന്നു. കയറ് കഴുത്തിൽ കുരുങ്ങിയപ്പോഴുണ്ടായ ശ്വാസമുട്ടലിൽ ആ സ്ത്രീ കൊല്ലപ്പെട്ടു എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും വ്യക്തമാകും. അവരുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിയിട്ടുണ്ടായിരുന്നു. പശുവിനെ ആടിനെയും ഒക്കെ മേയ്ക്കുന്ന ഒരു സ്ഥലത്താണ് ആ സ്ത്രീ കുരുങ്ങിക്കിടക്കുന്നത്. ചാക്കോച്ചൻ അതിവേഗത്തിൽ തന്നെ അവിടെ നിന്നും ഉറക്കെ ശബ്ദമുണ്ടാക്കുകയും പ്രദേശവാസികളെയൊക്കെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. നാട്ടുകാർക്കെല്ലാം പരിചിതയായ സ്ത്രീയാണ് കഴുത്തിൽ കയർ കുരുങ്ങിയ നിലയിൽ മരത്തിനോട് ചേർന്ന് കൊല്ലപ്പെട്ട് കിടക്കുന്നത്. ഫ്രാൻസിസിന്റെ ഭാര്യ റോസ്ലിനാണ് മരിച്ചു കിടക്കുന്നതെന്ന് നാട്ടുകാർക്ക് വ്യക്തമായി. ഉടൻ തന്നെ വിവരം വെള്ളിക്കുളങ്ങര സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു. സംഭവസ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രദേശത്തൊക്കെ ഒരു നിരീക്ഷണം നടത്തിയ ശേഷം അസ്വാഭാവിക മരണം എന്ന നിലയിൽ ഫയൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ സംഭവം കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ കാഴ്ച റോസ്ലിന്റെ ഭർത്താവായ ഫ്രാൻസിസിന്റെ മനസ്സിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഭാര്യ മരണപ്പെട്ട് കിടന്ന അതേ സ്ഥലത്ത് ഫ്രാൻസിസ് എത്തുന്നത് പതിവായിരുന്നു. ഫ്രാൻസിസുമായും ഭാര്യ റോസ്ലിനുമായും വളരെ അടുപ്പമുള്ള പശുവിനെയാണ് റോസ്ലിൻ തീറ്റാൻ കൊണ്ടുപോയത്. മേയാൻ പോകുന്ന പശു പലപ്പോഴും തിരികെ ഒറ്റയ്ക്ക് തന്നെ വീട്ടിലേക്ക് മടങ്ങി വരാറുമുള്ളതാണ്. കുന്നിൻ ചെരുവും പരിസര പ്രദേശങ്ങളും നന്നായി അറിയാവുന്ന പശു ഒരു കാരണവശാലും കുന്നിന്റെ താഴ്ഭാഗത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യത്തിലായിരുന്നു ഫ്രാൻസിസിന് സംശയം തോന്നിയത്. ദിവസങ്ങൾ കഴിയും തോറും ഫ്രാൻസിസിന്റെ മനസ്സിൽ സംശയം കൂടിക്കൂടി വന്നു. അതോടുകൂടി വീട്ടിലുള്ള ആളുകളെയൊക്കെ തന്റെ മനസ്സിലുള്ള സംശയം അറിയിച്ച ശേഷം ഫ്രാൻസിസ് വെള്ളിക്കുളങ്ങര സ്റ്റേഷനിലെത്തി വിവരം SIയെ ധരിപ്പിച്ചു. അബദ്ധവശാൽ റോസ്ലിൻ തെന്നി വീഴാൻ പോയ സമയത്തെങ്ങാനും കയർ കഴുത്തിൽ കുടുങ്ങിയതാകാമെന്ന് പോലീസുകാർ ഫ്രാൻസിസിനോട് പറഞ്ഞെങ്കിലും തന്റെ പശുവിനെ തനിക്ക് നന്നായി അറിയാമെന്നും ഒറ്റയ്ക്ക് മേയാൻ പോകുന്ന പശു ഒരു കാരണവശാലും ഇതുവരെയും കുന്നിൻ ചെരുവിലേക്ക് പോയിട്ടില്ല എന്നുമൊക്കെ ഫ്രാൻസിസ് പോലീസിനോട് വാദിച്ചു. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും കണ്ട് ഭയന്നോടിയ കൂട്ടത്തിൽ പശു കുന്നിൻ ചെരുവിന്റെ ഭാഗത്തേക്ക് പോയതാകാമെന്നും ആ സമയത്ത് അബദ്ധവശാൽ കയർ ഭാര്യയുടെ കഴുത്തിൽ കുരുങ്ങിയതായിരിക്കാമെന്നുമൊക്കെ SI ഫ്രാൻസിസിനോട് പറഞ്ഞു. പോലീസ് സംഘം തങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന സമയത്തായിരുന്നു ആദ്യത്തെ ദൃക്സാക്ഷിയായ ചാക്കോച്ചൻ എന്ന വ്യക്തിയുടെ മൊഴി ഫ്രാൻസിസ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. രക്ഷിക്കണേ എന്ന് റോസ്ലിൻ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞിരുന്നു എന്ന് ചാക്കോച്ചൻ നേരത്തെ തന്നെ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ കയർ കഴുത്തിൽ കുരുങ്ങി ശ്വാസം മുട്ടിയ സമയത്ത് രക്ഷിക്കണേ എന്ന് റോസ്ലിൻ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞതാകാമെന്നും പോലീസ് സംഘം ഫ്രാൻസിസിനോട് പറഞ്ഞു. ഫ്രാൻസിസ് എത്ര പറഞ്ഞിട്ടും സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അന്വേഷിക്കാൻ താല്പര്യം കാണിച്ചില്ല എങ്കിലും വീണ്ടും ഫ്രാൻസിസ് നിർബന്ധിച്ചുകൊണ്ടേയിരുന്ന സമയത്ത് പോലീസ് സംഘം അന്വേഷിക്കാമെന്ന് വാക്ക് നൽകി. അതിന്റെ ഭാഗമായി പ്രദേശത്തുള്ള ആളുകളിൽ നിന്നൊക്കെ വിവരശേഖരണവും നടത്തി. സമീപവാസികളിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ 1 മാസമായതോടുകൂടി പോലീസ് സംഘം ആ കേസ് അങ്ങ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. പോലീസ് സംഘം അന്വേഷണം അവസാനിപ്പിച്ചെങ്കിൽ പോലും തന്റെ ഭാര്യയുടെ മരണം ഒരു സാധാരണ മരണമല്ല എന്നുള്ള സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഫ്രാൻസിസ്. റോസ്ലിന്റെ മരണസമയത്ത് പോലീസ് സംഘം എടുത്ത ഫോട്ടോസും പത്രത്തിൽ വന്ന ഫോട്ടോസും ഒക്കെ ഫ്രാൻസിസിന്റെ കൈവശമുണ്ട്. ആ ഫോട്ടോസിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് തന്റെ സംശയം മേലധികാരികളെ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു. DYSPയെയും SPയെയും IGയെയും വരെ കണ്ട് ഫ്രാൻസിസ് തന്റെ പരാതി ബോധിപ്പിച്ചെങ്കിലും അനുകൂലമായ മറുപടി എങ്ങുനിന്നും ലഭിച്ചില്ല. ഫ്രാൻസിസ് നിരന്തരമായി ഒരേ കാര്യം പറഞ്ഞുകൊണ്ട് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുന്നത് കണ്ട തൃശൂർ ക്രൈംബ്രാഞ്ച് സംഘത്തിന് അതിലെന്തോ കാര്യമുണ്ടെന്ന് തന്നെ ഉറപ്പായി. ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം വെള്ളിക്കുളങ്ങര സ്റ്റേഷനിൽ നിന്നും ഫ്രാൻസിസിന്റെ ഭാര്യ റോസ്ലിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ ക്രൈംബ്രാഞ്ച് സംഘം സംഘടിപ്പിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. റോസ്ലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് ശേഖരിച്ച എല്ലാ വിവരങ്ങളും ക്രൈംബ്രാഞ്ച് സംഘം വിശദമായി തന്നെ പരിശോധിച്ചു. ആളുകൾ നൽകിയ ഓരോ സ്റ്റേറ്റ്മെന്റും ആദ്യഘട്ടത്തിൽ വായിച്ചു നോക്കുകയും അവരെയെല്ലാം വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഒരു ചോദ്യം ചെയ്യൽ നടത്തുകയുമാണ് ക്രൈംബ്രാഞ്ച് സംഘം ആദ്യഘട്ടത്തിൽ ചെയ്തത്. ക്രൈംബ്രാഞ്ച് സംഘം കേസ് ഏറ്റെടുത്തതോടുകൂടി ഫ്രാൻസിസിന് വല്ലാത്തൊരു ആത്മവിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ദിവസങ്ങൾ കടന്നു പോയതോടുകൂടി ഫ്രാൻസിസിന്റെ ആ പ്രതീക്ഷയും അവസാനിച്ചു. ക്രൈംബ്രാഞ്ച് സംഘം എത്ര അന്വേഷിച്ചിട്ടും റോസിയുടെ മരണത്തിൽ അസ്വാഭാവികമായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ക്രൈംബ്രാഞ്ച് സംഘം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഫ്രാൻസിസ് തന്റെ സംശയത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫ്രാൻസിസിന്റെ മനസ്സിൽ ഭാര്യ റോസ്ലിന്റെ കഴുത്തിൽ കയർ മുറുകിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് തെളിഞ്ഞു വരിക.
അങ്ങനെ മരത്തിൽ ചാരിയിരിക്കുന്ന സമയത്ത് റോസ്ലിന്റെ കഴുത്തിൽ ആ കയർ ഒരു കാരണവശാലും കുരുങ്ങാൻ സാധ്യതയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഫ്രാൻസിസ് മുൻപോട്ട് പോയത്. ഫ്രാൻസിസ് വീണ്ടും തന്റെ ഭാര്യയുടെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ആ കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് സർക്കാരിന് ഉത്തരവ് നൽകുകയും ചെയ്തു. ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു കേസ് അന്വേഷണം എറണാകുളത്തെ ഹോമിസൈഡ് വിഭാഗത്തിന് കൈമാറുന്നത്. സംഭവം നടന്ന ദിവസം എടുത്ത റോസ്ലിന്റെ ഫോട്ടോസിലൂടെയാണ് അന്വേഷണ സംഘം ആദ്യം കടന്നുപോയത്. ആ ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങൾ തോന്നി. നിരവധി ആത്മഹത്യകൾ, ആകസ്മിക മരണങ്ങൾ, കൊലപാതകങ്ങൾ ഇവയുടെയൊക്കെ ചിത്രങ്ങൾ കണ്ട് തീർത്തും പരിചയമുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. റോസ്ലിയുടെ കഴുത്തിന്റെ മുൻഭാഗത്ത് ഒരു കെട്ട് വീണിട്ടുണ്ട്. ആ കുരുക്ക് മുറുകിയതിന്റെ അടിസ്ഥാനത്തിലാണ് റോസ്ലി ശ്വാസം മുട്ടി മരിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായി അതിവേഗത്തിൽ കഴുത്തിൽ കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ റോസ്ലി എങ്ങനെയാണ് രക്ഷിക്കണമെന്ന് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞതെന്നായിരുന്നു അന്വേഷണ സംഘത്തിനുണ്ടായ മറ്റൊരു സംശയം. തന്നെ രക്ഷിക്കണമെന്ന് റോസ്ലി പല ആവർത്തി ഉറക്കെ വിളിച്ച് കരഞ്ഞു എന്നാണ് ചാക്കോച്ചൻ എന്ന വ്യക്തി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായി കുരുക്ക് മുറുകുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ പല ആവർത്തി ഉറക്കെ നിലവിളിച്ച് കരയാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെത്തിയത്. സംശയം തോന്നിയ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരെ പോയത് ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെർലി വാസുവിന്റെ അടുത്തേക്കാണ്. പശു ഭയന്നോടുന്നതിനിടയിൽ കയർ കഴുത്തിൽ മുറുകിയതാകുന്നതിന് പുറമെ കൊലപാതകത്തിനും സാധ്യതയുണ്ടെന്ന് ഫോറൻസിക് സർജനാണ് ആദ്യമായി നിർദ്ദേശം വെച്ചത്. ഇതോടുകൂടി അന്ന് മൊഴി നൽകിയ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തി വിശദമായ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. എറണാകുളത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ചാലക്കുടിയിലെത്തി ഓരോ വീടുകളായി കയറിയിറങ്ങി മൊഴി രേഖപ്പെടുത്തി തുടങ്ങി. മലകൾ കയറിയിറങ്ങി അന്നത്തെ ഓരോ വ്യക്തികളുടെയും മൊഴി രേഖപ്പെടുത്തുന്നതിനിടയിലാണ് പോലീസ് സംഘത്തിന് മറ്റൊരു കാര്യം മനസ്സിലായത്. നേരത്തെ ലോക്കൽ പോലീസ് അന്വേഷണം നടത്തി മൊഴി രേഖപ്പെടുത്തിയ 12 പേരോളം ഇപ്പോൾ മിസ്സിംഗ് ആണ്. അന്വേഷണത്തിൽ 12 പേരിൽ 4 പേർ മരിച്ചുപോയി എന്നും 8 പേർ സ്ഥലം വിട്ടു പോയി എന്നുമുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത്. മരിച്ചുപോയ 4 പേരെക്കുറിച്ച് പോലീസ് സംഘം വിശദമായ ഒരു അന്വേഷണം നടത്തി. 4 പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അയ്യപ്പൻ എന്ന വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അയാൾ റോസ്ലിയുടെ മരണം സംഭവിച്ച ദിവസം എവിടെയായിരുന്നു എന്ന് നേരത്തെ സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു. റോസ്ലിയുടെ മരണം സംഭവിച്ച ദിവസം അയാൾ സ്ഥലത്തില്ലായിരുന്നു എന്നാണ് അന്ന് മൊഴി നൽകിയിരിക്കുന്നത്. മൊഴികളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് പോലീസ് സംഘം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. റോസ്ലിയുടെ മരണം സംഭവിച്ച് ഏതാനും നാളുകൾക്ക് ശേഷമാണ് അയ്യപ്പൻ നേരത്തെ താമസിച്ച സ്ഥലത്തു നിന്നും അല്പം മാറി താമസം ആരംഭിച്ചത്. പുതിയതായി താമസത്തിന് തിരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ച് മദ്യത്തിൽ ഫ്യൂരിഡാൻ കലർത്തിയാണ് അയ്യപ്പൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അയ്യപ്പന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ ക്രൈംബ്രാഞ്ച് സംഘം വെള്ളിക്കുളങ്ങര സ്റ്റേഷനിൽ നിന്നും എടുപ്പിക്കുകയും വിശദമായ പരിശോധന നടത്തുകയും ചെയ്തു. അമിതമായ അളവിൽ മദ്യത്തിനൊപ്പം കീടനാശിനി കൂടി അകത്തു ചെന്നാണ് അയ്യപ്പൻ മരണപ്പെട്ടിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് സംശയം തോന്നിപ്പിച്ചത്. ബലപ്രയോഗത്തിലൂടെയാണ് അയ്യപ്പന്റെ ഉള്ളിലേക്ക് കീടനാശിനി കടന്നു ചെന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ ഡോക്ടർമാർ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരമൊരു കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നിട്ടും അയ്യപ്പന്റെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണമൊന്നും ലോക്കൽ പോലീസ് സംഘം നടത്തിയിട്ടില്ല. അയ്യപ്പന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരും തന്നെ പ്രത്യേക പരാതികളൊന്നും ഉന്നയിക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടായിരുന്നിരിക്കാം പോലീസ് സംഘം വിപുലമായ അന്വേഷണത്തിലേക്ക് പോകാതിരുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് വ്യക്തമായി. അയ്യപ്പന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന്റെ ഫയലുകളും പോലീസ് സംഘം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിലും ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകളായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അയ്യപ്പൻ മരണപ്പെട്ട് കിടന്ന സ്ഥലത്തു നിന്നും മദ്യത്തിൽ കലർത്തുന്നതിനായി ഉപയോഗിച്ചിരുന്ന കീടനാശിനിയുടെ ബാക്കി ഭാഗം ഒരു കവറിലിട്ട് പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്നതും ഇൻക്വസ്റ്റ് നടപടികൾക്കിടയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിഷം കഴിച്ച വ്യക്തിയാകട്ടെ ബാക്കിയുള്ള വിഷം സൂക്ഷിച്ച് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ തീർത്തും അന്വേഷണ സംഘത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. അയ്യപ്പൻ മരിച്ചു കിടന്ന സ്പോട്ട് ഒന്നുകൂടി അന്വേഷണത്തിന് വിധേയമാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. റോസ്ലിയുടെ മരണം അന്വേഷിക്കാനെത്തിയ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അയ്യപ്പന്റെ മരണമാണ് കാര്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ മരിച്ചു കിടന്ന സ്പോട്ട് പരിശോധിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന മരത്തിലേക്ക് നോക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചില സംശയങ്ങൾ തോന്നി. ഉടൻ തന്നെ ഫോറൻസിക് സംഘത്തെ സംഭവസ്ഥലത്ത് എത്തിക്കുകയും ആ സമീപത്തുണ്ടായിരുന്ന മരങ്ങളൊക്കെ വിശദമായ ഒരു നിരീക്ഷണം നടത്തിക്കുകയും ചെയ്തു. മരത്തിലൊക്കെ രക്തക്കറ പറ്റിപ്പിടിച്ചതിന്റെ പാടുകളുണ്ട്. ഏതോ വ്യക്തികളെ ആ മരത്തിൽ ചേർത്ത് നിർത്തി ഉപദ്രവിച്ചതിന്റെ ലക്ഷണങ്ങളാണ് അന്വേഷണ സംഘം അവിടെ കണ്ടെത്തിയത്. കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടായിട്ടും അന്നത്തെ അന്വേഷണ സംഘം എന്തുകൊണ്ടാകാം അയ്യപ്പന്റെ മരണം ഒരു ആത്മഹത്യയാണെന്ന് പറഞ്ഞതെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൽ സംശയമുണ്ടാക്കിയത്. അതിനും ലോക്കൽ പോലീസിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു. അയ്യപ്പന്റെ മൃതദേഹം അയ്യപ്പന്റെ മരണം സംഭവിച്ച് ഏകദേശം 15 ദിവസങ്ങൾ പിന്നിട്ട സമയത്തായിരുന്നു പോലീസ് സംഘം കണ്ടെത്തുന്നത്. അപ്പോഴേക്കും ശരീരമാകെ ജീർണിച്ചു തുടങ്ങിയിരുന്നു. ശരീരത്തിൽ നിന്നും പല അവയവങ്ങളും വന്യമൃഗങ്ങൾ കടിച്ചുകൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ആത്മഹത്യ ആയിരിക്കാമെന്നുള്ള നിഗമനത്തിലേക്ക് അന്ന് പോലീസ് സംഘം എത്തുകയായിരുന്നു. അയ്യപ്പന്റെ മരണം കൊലപാതകമാണെന്നുള്ള സംശയം തോന്നിയ ഉടൻ തന്നെ
അന്നത്തെ അയ്യപ്പന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയതൊക്കെ പോലീസ് സംഘം വിശദമായി തന്നെ ഒന്ന് പരിശോധിച്ചു. അക്കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ നൽകിയ നിർണായക മൊഴി പോലീസിന്റെ ശ്രദ്ധയിൽ അപ്പോഴാണ് പെടുന്നത്. അയ്യപ്പന്റെ വീടിന്റെ ഭാഗത്തുള്ള വഴിയിൽ കൂടി ചെറുപ്പക്കാരൻ നടന്നു വരുന്ന സമയത്തായിരുന്നു ആ പ്രദേശത്തുള്ള സതീഷ് എന്നൊരു വ്യക്തി ആ ചെറുപ്പക്കാരനെ മറികടന്നു പോയത്. സതീഷ് അയ്യപ്പനെ കാണാൻ പോവുകയാണെന്ന് ആ ചെറുപ്പക്കാരനോട് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ അയ്യപ്പനെ അവസാനമായി കണ്ട വ്യക്തികളുടെ കൂട്ടത്തിൽ സതീഷ് എന്ന വ്യക്തിയും ഉണ്ടാകുമെന്ന് പോലീസ് ഉറപ്പിച്ചു. സതീഷ് എന്ന വ്യക്തിയുടെ പേര് നേരത്തെ തന്നെ പോലീസ് നോട്ട് ചെയ്തിട്ടുള്ളതാണ്. റോസ്ലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തിയ 8ഓളം വരുന്ന ആളുകൾ സ്ഥലത്തു നിന്നും മാറിപ്പോയിട്ടുണ്ട്. അതിൽ സതീഷ് എന്ന വ്യക്തിയുമുണ്ട്. സതീഷ് എന്ന വ്യക്തി അയ്യപ്പനെ തിരക്കി അയാളുടെ ബന്ധുവീട്ടിലേക്കായിരുന്നു അന്ന് പോയത്. ഇതറിഞ്ഞ അന്വേഷണ സംഘം ഉടൻ തന്നെ അയ്യപ്പന്റെ ബന്ധുവീട്ടിലെത്തി ഒരു അന്വേഷണം നടത്തി. എന്നാൽ ബന്ധുവീട്ടിൽ അന്വേഷണം നടത്തിയപ്പോൾ അയ്യപ്പനെ കാണാൻ സതീഷ് എന്ന വ്യക്തി വന്നിട്ടില്ല എന്നുള്ള മറുപടിയായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. എന്നാൽ ചെറുപ്പക്കാരന്റെ മൊഴിയനുസരിച്ച് അയ്യപ്പനെ തിരക്കി സതീഷ് അയ്യപ്പന്റെ ബന്ധുവീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അയ്യപ്പനെ കാണാൻ അയാളുടെ ബന്ധുവീട്ടിലേക്ക് പോകാൻ ഉറപ്പിച്ച് ആ വഴിയിലൂടെ നടന്നുപോയ സതീഷ് പിന്നീട് എവിടേക്കായിരിക്കാം പോയതെന്ന് പോലീസിന് സംശയം തോന്നി. പോലീസ് സംഘം വൈകാതെ തന്നെ സതീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. അയ്യപ്പനെ കാണാൻ അന്ന് അയാളുടെ ബന്ധുവീട്ടിലേക്ക് താൻ പോകാനിരുന്നതാണെന്നും എന്നാൽ പോയിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തനിക്ക് ഓർമ്മ വരുന്നില്ല എന്നുമൊക്കെ സതീഷ് പോലീസിനോട് മറുപടി പറഞ്ഞു. സതീഷിന്റെ മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് സംഘം തങ്ങൾ റോസ്ലിന്റെ കേസ് ഒന്നുകൂടി അന്വേഷിച്ച് ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്നും റോസ്ലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സതീഷിന് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ അക്കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെന്നും സതീഷിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. റോസ്ലിന്റെ മരണം നടന്ന ദിവസം താനും അയ്യപ്പനും തന്റെ മറ്റു കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് അകലെയുള്ള ഒരു ബന്ധുവിന്റെ വീടിന് സമീപത്തുള്ള അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയിരുന്നു എന്നും റോസ്ലിന്റെ മരണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് തങ്ങൾ മടങ്ങി വന്നതെന്നും മടങ്ങി വന്നപ്പോഴാണ് മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തങ്ങൾ അറിഞ്ഞതെന്നുമൊക്കെ സതീശൻ പോലീസിന് മൊഴി നൽകി. റോസ്ലിന്റെ മരണം സംഭവിച്ച ദിവസങ്ങളിൽ പോലീസ് സംഘം മൊഴിയെടുത്തപ്പോഴും സതീശൻ ഈ മൊഴി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സതീശൻ തന്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു. ഈ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി സതീശന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സതീശന്റെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോലീസ് സംഘം ഒരു കോൾ വിളിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘമാണെന്നും റോസ്ലിയുടെ മരണം നടന്ന ദിവസം സതീശനും സുഹൃത്തുക്കളും ആ വീട്ടിലേക്ക് ഉത്സവം കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടോ എന്നുമായിരുന്നു പോലീസ് സംഘത്തിന്റെ ചോദ്യം. എന്നാൽ തീർത്തും ഞെട്ടിക്കുന്ന ഒരു മറുപടിയായിരുന്നു സതീശന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നും പോലീസിന് ലഭിച്ചത്. സതീശനോ അവരുടെ മറ്റുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും തന്നെ നാളിതുവരെ ആ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയത്. ലൗഡ് സ്പീക്കറിലായിരുന്ന ഫോണിൽ നിന്നും ബന്ധുവിന്റെ സംസാരം കേട്ട സതീശൻ ആകെ വിളറി വെളുത്തു. സതീശൻ നേരത്തെയും ഉത്സവം കാണാൻ പോയിരുന്നു എന്നുള്ള മൊഴി പോലീസിന് നൽകിയിരുന്നതാണ്. അന്ന് ആ മൊഴിയുടെ വിശ്വാസ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് സംഘം സതീശന്റെ ബന്ധുവീട്ടിലെത്തി അന്ന് തന്നെ അന്വേഷണവും നടത്തിയിരുന്നു. എന്നാൽ അന്ന് സതീശനും സുഹൃത്തുക്കളും അവിടെ എത്തിയിട്ടില്ല എന്നുള്ള മൊഴിയായിരുന്നു ബന്ധുവീട്ടിലുള്ള ആളുകൾ പോലീസിനോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ സമയത്ത് തന്നെ സതീശന്റെ മുൻപാകെ വെച്ച് സതീശന്റെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോലീസ് സംഘം ഫോൺ ചെയ്തത്. തന്റെ എല്ലാ കള്ളികളും പൊളിഞ്ഞു എന്ന് സതീശന് വ്യക്തമായി. ഈ സമയത്തായിരുന്നു നിർണായകമായ ഒരു കാര്യം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സതീശനോട് പറയുന്നത്. അയ്യപ്പനും സതീശനും ചേർന്നാണ് റോസ്ലിയെ കൊലപ്പെടുത്തിയതെന്നും റോസ്ലിന്റെ മരണത്തിൽ മനോവിഷമമുണ്ടായിരുന്ന അയ്യപ്പൻ അക്കാര്യം തന്റെ ചില സുഹൃത്തുക്കളോട് പറയുമെന്ന് സതീശനോട് പറഞ്ഞിരുന്നതായും തങ്ങൾക്ക് വിവരം ലഭിച്ചു എന്നായിരുന്നു ഉദ്യോഗസ്ഥൻ സതീശനോട് പറഞ്ഞത്. താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സതീശൻ പല കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി. വെള്ളിക്കുളങ്ങര വനമേഖലയിൽ കള്ളമാറ്റ് വ്യാപകമായി നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് ആവശ്യമായ ശർക്കര തലച്ചുമടായി എത്തിച്ചു കൊടുക്കുന്ന ജോലി പലപ്പോഴും റോസ്ലിനും അതുപോലെ തന്നെ അയ്യപ്പനും സതീശനും ഒക്കെ ചെയ്യാറുമുണ്ട്. അതിനു പുറമെ പാറ്റുന്ന ആളുകളുടെ കൈകളിൽ നിന്ന് വാങ്ങി വിൽപ്പന നടത്തുന്ന ജോലി കൂടി സതീശനും അയ്യപ്പനും ചെയ്യാറുമുണ്ട്. ശർക്കരയുമായി റോസ്ലിനും അയ്യപ്പനും സതീശനും ഒക്കെ മല കയറുന്ന സമയത്തൊക്കെ ചില അശ്ലീല കഥകളൊക്കെ അയ്യപ്പനും അതുപോലെ തന്നെ സതീശനും പറയാറുണ്ട്. അതിനൊക്കെ മറുപടിയായി റോസ്ലിൻ ഉറക്കെ ചിരിക്കാറാണ് പതിവ്. റോസ്ലിക്ക് ആ വിഷയത്തിൽ താല്പര്യമുണ്ടായിരിക്കുമെന്ന് അയ്യപ്പനും സതീശനും തോന്നി. അങ്ങനെ ഒരു ദിവസം വാറ്റ് കേന്ദ്രത്തിൽ നിന്ന് മടങ്ങി വരുന്ന വഴിക്കായിരുന്നു വഴിയിൽ പശുവിനെ തീറ്റിക്കൊണ്ടിരിക്കുന്ന റോസ്ലിയെ മദ്യപിച്ചെത്തിയ അയ്യപ്പനും സതീശനും കാണുന്നത്. റോസ്ലിനെ കണ്ടപ്പോൾ തന്നെ തന്റെ മനസ്സിലുള്ള ആഗ്രഹം സതീശൻ തുറന്നു പറയുകയും ചെയ്തു. റോസ്ലിനെ തനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും അവർക്കൊപ്പം താമസിക്കാൻ അവസരം നൽകണമെന്നുമായിരുന്നു സതീശൻ റോസ്ലിനോട് പറഞ്ഞത്. എന്നാൽ സതീശന്റെ ആവശ്യം കേട്ടപ്പോൾ തന്നെ റോസ്ലിൻ പറ്റില്ല എന്ന് തീർത്ത് പറയുകയും ചെയ്തു. റോസ്ലിൻ തന്റെ ആഗ്രഹത്തിന് വഴങ്ങുകയില്ല എന്ന് മനസ്സിലാക്കിയ സതീശൻ അതിവേഗം തന്നെ റോസ്ലിനെ കടന്നു പിടിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപകടം മണത്ത റോസ്ലിൻ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു തുടങ്ങി. ഈ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി തന്റെ കൈവശമുണ്ടായിരുന്ന തോർത്തുപയോഗിച്ച് സതീശൻ റോസ്ലിയുടെ കഴുത്തിൽ മുറുക്കാൻ ശ്രമിച്ചത്. റോസ്ലിൻ വീണ്ടും നിലവിളിച്ച് കരയാൻ തുടങ്ങിയതോടുകൂടി അപകടം മനസ്സിലാക്കിയ സതീശൻ പശുവിന്റെ കയറുകൂടി ചേർത്ത് റോസ്ലിന്റെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. സതീശൻ പറഞ്ഞ കാര്യങ്ങളും സതീശൻ ഉപദ്രവിക്കാൻ ശ്രമിച്ച കാര്യങ്ങളുമൊക്കെ മറ്റുള്ള ആളുകളോട് താൻ പറയുമെന്ന് കൂടി റോസ്ലിൻ സതീശനോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് സതീശൻ റോസ്ലിയെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്.
ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന അയ്യപ്പൻ കയറിന്റെ ഒരു ഭാഗം മരത്തിന്റെ പിന്നിലേക്ക് വലിച്ചു കെട്ടുകയും ചെയ്തു. മരത്തിന്റെ പിന്നിലേക്ക് കയർ പിടിച്ച് മുറുകെ വലിച്ചതോടുകൂടി റോസ്ലിയുടെ കഴുത്ത് നന്നായി മുറുകുകയും അവർക്ക് ശ്വാസം മുട്ടുകയും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ റോസ്ലി നിശ്ചലയാവുകയും ചെയ്തു. റോസ്ലിയുടെ മരണത്തിൽ അയ്യപ്പനെയും സതീശനെയും പോലീസ് സംശയിക്കാതിരിക്കുന്നതിനു വേണ്ടിയായിരുന്നു തോർത്തു മാറ്റി റോസ്ലിയുടെ കഴുത്തിൽ പശുവിന്റെ കയറ് തന്നെ ഉപയോഗിച്ച് വീണ്ടും അവർ മുറുക്കിയത്. റോസ്ലിയുടെ മൃതദേഹവുമായി പശു കുതറി ഓടുന്നതിനു വേണ്ടി പശുവിന്റെ വാലിൽ പിടിച്ച് കറക്കുകയും വലിക്കുകയും ഒക്കെ പിന്നീട് അവർ ചെയ്യുകയും ചെയ്തു. അപ്രതീക്ഷിതമായി വാലിൽ പിടിച്ച് കറക്കിയപ്പോൾ ശരീരം നൊന്ത പശു സ്ഥലകാലബോധമില്ലാതെ കുന്നിൻചെരുവിന്റെ ഭാഗത്തേക്ക് ഓടുകയും ചെയ്തു. പശു ഓടിയപ്പോഴാണ് റോസ്ലിയുടെ കഴുത്തിലെ കയറ് നന്നായി മുറുകിയത്. അതുകൊണ്ടാണ് പശു ഓടിയ സമയത്ത് കയർ കഴുത്തിൽ മുറുകിയാണ് റോസ്ലി കൊല്ലപ്പെട്ടതെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നത്. റോസ്ലിയെയും വലിച്ചുകൊണ്ട് പശു കുറെ ദൂരം ഓടുകയും ചെയ്തു. അങ്ങനെ കഴുത്തിലെ കയർ മുറുകി തന്നെയാണ് റോസ്ലി മരണപ്പെട്ടത്. റോസ്ലിയുടെ മരണം ഉറപ്പാക്കിയതിനു ശേഷം അയ്യപ്പനും സതീശനും അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു. മലയുടെ ഒരു ഭാഗത്തുകൂടി സതീശനും അയ്യപ്പനും താഴേക്കിറങ്ങിയ സമയത്തായിരുന്നു ചാക്കോച്ചൻ എന്ന വ്യക്തി താഴ്വാരത്ത് നിന്നും മലയുടെ മുകളിലേക്ക് റോസ്ലിയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് കയറി വന്നത്. സതീശൻ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോഴായിരുന്നു അയ്യപ്പനെ എങ്ങനെയാണ് കൊന്നതെന്നുള്ള നിർണായക ചോദ്യം സതീശനോട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത്. റോസ്ലിയുടെ മരണം ഒരു സാധാരണ മരണമാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സംഘം കേസ് ക്ലോസ് ചെയ്ത സമയത്ത് അയ്യപ്പനും സതീശനും ആശ്വാസമായി. എന്നാൽ തന്റെ ഭാര്യയുടെ മരണം അസാധാരണ മരണമാണെന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും ഫ്രാൻസിസ് കേസ് കൊടുക്കുന്നത് സതീശന് വെല്ലുവിളി ഉയർത്തി. തന്റെ ഭാര്യയുടെ മരണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ പലപ്പോഴും ഫ്രാൻസിസ് അയ്യപ്പനോടും അതുപോലെ തന്നെ സതീശനോടും പറഞ്ഞിരുന്നു. ഫ്രാൻസിസിന്റെ സംശയം കൂടിക്കൂടി വന്നപ്പോഴായിരുന്നു അയ്യപ്പനെയും കൂട്ടി സതീഷ് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയത്. പുതിയ സ്ഥലത്തെത്തിയ അയ്യപ്പൻ മദ്യപാനത്തിന് അടിമയായി തുടങ്ങി. മദ്യപിക്കുന്ന സമയത്തൊക്കെ പല സുഹൃത്തുക്കളോടും റോസ്ലിയുടെ മരണത്തെക്കുറിച്ച് അയ്യപ്പൻ പറയുന്നതായി സതീശന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അയ്യപ്പൻ പല ആളുകളോടും കഥകൾ തുറന്നു പറയുന്ന സാഹചര്യത്തിൽ പോലീസ് സതീശിനെ പിടികൂടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ സതീഷ് അങ്ങനെയാണ് അയ്യപ്പനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. അയ്യപ്പനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി വ്യക്തമായ ഒരു പ്ലാൻ തന്നെയാണ് സതീശനും സുഹൃത്തുക്കളും ചേർന്ന് തീരുമാനിച്ചത്. അയ്യപ്പനെ തന്റെ ബന്ധുവീട്ടിലുള്ള ചില ആളുകൾ തിരക്കുന്നുണ്ടെന്ന് അയാളോട് മനഃപൂർവ്വം സതീശും സംഘവും ഒരു കള്ളം പറയുകയും ചെയ്തു. തന്നെ എന്തിനാണ് അന്വേഷിച്ചതെന്ന് അറിയുന്നതിനായി അയ്യപ്പൻ അങ്ങനെ ബന്ധുവീട്ടിലെത്തിയെങ്കിലും അയ്യപ്പനെ അവിടെയെങ്ങും ആരും തിരക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ തിരികെ നടന്നു വന്ന അയ്യപ്പനെ വഴിയിൽ വെച്ച് സതീശനും സുഹൃത്തുക്കളും ചേർന്ന് മദ്യപിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെയായിരുന്നു പുഴക്കരയിലേക്ക് മദ്യപിക്കുന്നതിന് വേണ്ടി അയ്യപ്പനെയും കൂട്ടി ആ മൂവർ സംഘം പോയത്. മദ്യപിക്കുന്നതിനിടയിൽ റോസ്ലിയുടെ മരണത്തെക്കുറിച്ച് അയ്യപ്പൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് സതീഷ് വാദിക്കുകയും ഒടുവിൽ അത് വലിയ വാക്കുതർക്കമാവുകയും ചെയ്തു. വാക്കുതർക്കത്തിനൊടുവിൽ സതീശനും അതുപോലെ തന്നെ സുഹൃത്ത് ശിവനും ചേർന്നായിരുന്നു താൻ കലർത്തിയ മദ്യം ബലം പ്രയോഗിച്ച് അയ്യപ്പന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ശ്രമം നടത്തിയത്. ഈ കാഴ്ചയൊക്കെ കണ്ട് ഭയന്നു പോയ ചന്ദ്രൻ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. എന്നാൽ ഓടിപ്പോയ ചന്ദ്രൻ യഥാർത്ഥത്തിൽ മരങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. കീടനാശിനി കലർത്തിയ മദ്യം നന്നായി വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിനിടയിൽ അയ്യപ്പന് അബോധാവസ്ഥയുണ്ടായി. അയ്യപ്പന്റെ മരണം ഉറപ്പിക്കുന്നതിനു വേണ്ടി അയാളുടെ തല സതീശനും ശിവനും ചേർന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് ആഞ്ഞിടിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് ചന്ദ്രൻ അവിടെ ഒരു മരത്തിന്റെ പുറകിൽ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ മരത്തിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയത്. കാട് പിടിച്ച പ്രദേശമായതുകൊണ്ട് തന്നെ ആ പുഴക്കരയിലേക്ക് ആരും വരാറുണ്ടായിരുന്നില്ല. അയ്യപ്പന്റെ മൃതദേഹം അവിടെ ഉപേക്ഷിച്ച ശേഷം ശിവനും സതീശനും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോഴായിരുന്നു വന്യമൃഗങ്ങളൊക്കെ അയ്യപ്പന്റെ ശരീരം കടിച്ചു കീറാൻ തുടങ്ങിയത്. 15 ദിവസങ്ങളോളം പിന്നിട്ടതോടുകൂടി ദുർഗന്ധം വമിച്ചു തുടങ്ങിയ സമയത്തായിരുന്നു സമീപത്തെത്തിയ ആരോ ആ ബോഡി കണ്ടതും വിവരം പോലീസിൽ അറിയിച്ചതും. അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് സംഘം അയ്യപ്പന്റെയും റോസ്ലിയുടെയും മരണത്തിന്റെ കാരണക്കാരനായ സതീശനെ 1-ാം പ്രതിയാക്കി FIR ക്ലോസ് ചെയ്തു. ചന്ദ്രൻ എന്ന വ്യക്തിയാണ് അയ്യപ്പന്റെ മരണത്തിന്റെ ദൃക്സാക്ഷി. ചന്ദ്രനാകട്ടെ പോലീസിന്റെ മാപ്പുസാക്ഷിയുമായി. ഇരട്ട കൊലപാതകങ്ങൾക്ക് കാരണക്കാരനായ സതീശനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ അനുകൂലമായ എല്ലാ തെളിവുകളും പോലീസ് സംഘം കോടതിയിൽ ഹാജരാക്കി. എന്നാൽ കാലത്തിന്റെ വിധി മറ്റൊന്നായിരുന്നു. വിചാരണകൾ തകൃതിയായി നടക്കുന്നതിനിടയിൽ അസുഖബാധിതനായ സതീശൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കോടതി വിധി നടപ്പാക്കുന്നതിന് മുൻപ് തന്നെ ദൈവം വിധി നടപ്പാക്കിയെന്ന് പറയാം.